എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാം, ഇൻവെസ്റ്റ്മെന്റ് അവയർനെസ് പ്രോഗ്രാം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 1 കോടി എന്ന് പറയുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ടാണ് പലരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ആൾക്കാർ വളരെ നല്ല രീതിയിൽ 1 കോടി അച്ചീവ് ചെയ്യാൻ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരും ആ ഒരു ജേണി തുടങ്ങിയ ആൾക്കാരും കുറേ അധികം ആൾക്കാരുള്ളതുകൊണ്ട് അവർക്ക് 1 കോടി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അച്ചീവബിൾ ആയിട്ടൊരു ഫിഗർ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ 1 കോടി അച്ചീവ് ചെയ്യേണ്ട 100 പേരുടെ ബാച്ച് നമ്മൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഹൂ ഹാസ് ടു റേസ് 1 crore നമ്മൾ അവരെ കോച്ച് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകുന്ന 100 ആൾക്കാരുടെ ഒരു ബാച്ച് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന താഴെ കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 1-on-1 മീറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ഒരു 1-on-1 മീറ്റിംഗ് ഉണ്ടാവും. ഒരു 100% ക്രെഡിബിൾ ആയിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് 1 crore എത്തിക്കുന്നത് എന്നുള്ളൊരു 1-on-1 കോച്ചിങ് നിങ്ങൾക്ക് അതിനകത്ത് തരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 കോടി എന്ന് പറയുന്നത് ഭയങ്കര വലിയ ഫിഗർ അല്ല എന്ന് മനസ്സിലാക്കാനും അതിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും, ഒരു 30 വയസ്സുകാരനെ എന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ മനസ്സിലാക്കാനുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ 30 വയസ്സല്ല, എനിക്ക് 35 വയസ്സാണ് എന്നതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 35 വയസ്സും നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു 40 year oldും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം പല ഫിഗേഴ്സ് വെച്ച് കണ്ട് നമുക്ക് ഇൻവെസ്റ്റബിൾ സർപ്ലസ് പല ഫിഗേഴ്സും വെച്ച് കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് വളരെ ഏർലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത്, ഈ ചാനൽ അല്ലെങ്കിൽ എന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനലിനകത്തുള്ള കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, പോഡ്കാസ്റ്റ്, സ്റ്റാർട്ടപ്സ്, ബിസിനസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും വാല്യൂ ആയിട്ട് എന്തായാലും തോന്നും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനേക്കാൾ മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കാൽക്കുലേറ്ററിലേക്ക് പോകാം. നമ്മളൊരു 30 വയസ്സുകാരനാണെങ്കിൽ 1 കോടി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കുന്നു നമുക്ക് നേരെ കാൽക്കുലേറ്ററിൽ കണ്ട് മനസ്സിലാക്കാം. ഈ കാൽക്കുലേറ്റർ നിങ്ങളുടെ പേഴ്സണൽ ഐഡിയിലേക്ക് വേണമെങ്കിൽ 1 crore കാൽക്കുലേറ്റർ എന്ന് മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ടാർഗറ്റ് വാല്യൂയിലേക്ക്. ടാർഗറ്റ് വാല്യൂ എത്രയാണ്? 1 lakh, 10 lakh, 1 crore. ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഒന്നുമില്ല എന്നുള്ള അസംഷൻ തന്നെ പോവാം. മന്ത്ലി സേവിങ്സ് നമുക്ക് 15,000 rupees കൊടുക്കാം. കാരണം മന്ത്ലി സേവിങ്സ് പറയുമ്പോൾ നമ്മളിപ്പോൾ 30 year old ആകുമ്പോൾ ഐഡിയലി വി ഷുഡ് ബി ഏബിൾ ടു പുഷ് അവർ സെൽഫ് ആൻഡ് സേവ് 15,000 rupees. അങ്ങനെയാണെങ്കിൽ 17 years എടുക്കും നമ്മൾ 1 crore എന്നുള്ള ഫിഗറിലേക്ക് എത്താൻ. അപ്പോൾ ഒന്നാലോചിക്കും, നമ്മൾ 30 വയസ്സ് ആയ ഒരാളാണെങ്കിൽ 47 year old ആകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫസ്റ്റ് 1 crore നമ്മൾ ഉണ്ടാക്കുള്ളൂ. പക്ഷേ 25 year old ആളാണെങ്കിലോ വിതിൻ 40 year തന്നെ നമുക്ക് ഫസ്റ്റ് 1 crore നമുക്ക് സേവ് ചെയ്യാം. ബൈ അറൗണ്ട് 40 തന്നെ നമുക്ക് ഫസ്റ്റ് 1 crore സേവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് സോ വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏർലി സേവ് ചെയ്ത് തുടങ്ങുക എന്നുള്ള കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് 12 എന്നുള്ളത് മാറ്റി 15 ആക്കാം. എന്ത് പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ 14 വർഷം, അപ്പോഴും നമ്മൾ 30 year old 44 year old ആവുന്നവരെ, അല്ലെങ്കിൽ 14 എന്ന് പറയുമ്പോൾ 15 കൂട്ടാം, 45 year old ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് 1 crore നമ്മൾ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. നമ്മളൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു 15 lakhs കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ 10 yearsനുള്ളിൽ നമ്മൾ ഫസ്റ്റ് 1 crore സേവ് ചെയ്യും. 15 lakhs, ദാറ്റ് ഇസ് ഗ്രോയിങ് അറ്റ് 15%. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, തോമസ് എല്ലാ പ്രാവശ്യവും മാർക്കറ്റ് 15 years 15% ഗ്രോ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ 12% ഗ്രോ ചെയ്യാം. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. 11 yearsനുള്ളിൽ നമ്മൾ ഫസ്റ്റ് 1 crore നമ്മൾ എടുക്കും. അപ്പം ഇത് നമ്മൾ മന്ത്ലി സേവിങ്സ് 15,000 ആണ് ചെയ്തത്. നമുക്ക് ഇതൊരു 25,000 കൊടുത്തു നോക്കാം. ഒരു 50,000 സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ ഒന്നും അമർത്തി പിടിച്ചാൽ നമുക്ക് 25,000 സേവ് ചെയ്യാൻ പറ്റുമല്ലോ. 50% പറ്റില്ലേ? പറ്റുമല്ലോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടണേ. 25,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12% ഗ്രോ ചെയ്യുക, 15 lakhs കൊടുക്കണമെങ്കിൽ നമ്മൾ അണ്ടർ 10 years, ക്ലോസ് ടു 9 years നമുക്ക് 1 crore നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി ഈ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ അലൈൻമെൻ്റ് ആണ്. നമ്മൾ ഒരു ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡും ബോഡിയും യൂണിവേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാ കമോഡിറ്റീസും നമുക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ നമ്മൾ 1 crore എന്നുള്ള ഫോക്കസ് നമുക്കില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ഫിഗറിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ 1 crore എന്നുള്ള ഫോക്കസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു വീക്ക്ലി വൺസ് എങ്കിലും നമ്മളൊരു തോട്ട് പ്രോസസ് ഇടുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലത്തെ ഒരു കോച്ചിൻ്റെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 crore വളരെ ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാൽക്കുലേറ്റർ വേണമെങ്കിൽ 1 crore കാൽക്കുലേറ്റർ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അൺലെസ് ആൻഡ് അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. അതുവരേക്കും എല്ലാവർക്കും ബൈ.